ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പരാജയപ്പെട്ട് വിജയിച്ചൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ന്യൂട്രീഷൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മൾ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കപ്പ് മൈദാമാവ് ഒരു ബൗളിലേക്ക് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ കിട്ടുന്ന ഗോൾഡ് മെഡൽ എന്ന ബ്രാൻഡിലെ മൈദാമാവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് 4 കപ്പ് നമ്മൾ ബൗളിലേക്ക് മാറ്റുന്നു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര അതും കൂടെ ആഡ് ചെയ്യുന്നു. പഞ്ചസാര ചേർക്കുമ്പോൾ നല്ലൊരു ബ്രൗൺ കളർ കിട്ടും. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ചൂടാക്കുകയൊന്നും വേണ്ട, നമുക്ക് സാധാരണ ടാപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളം തന്നെ ഒഴിച്ചാൽ മതി. അപ്പോൾ അത് ആദ്യം 1 കപ്പ് ഫുള്ളായിട്ട് നമുക്ക് ഒഴിക്കാം. അപ്പോൾ അത് ചെയ്യാം. ആദ്യം ഇതുപോലെ 1 കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചു. ഇപ്പോൾ 4 കപ്പ് മൈദാമാവാണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഫുള്ള് ഒഴിക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ടാമത്തെ കപ്പിൽ നിന്നും കുറേ ചൂട് ഒഴിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിലും കുറേ കൂടി നല്ല ലൂസായിട്ട് തന്നെ നമുക്ക് കയ്യിലും ബൗളിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ചേർത്ത് കുഴയ്ക്കാം. കുറച്ച് നേരം കുഴച്ച് കഴിയുമ്പോഴാണ് ഈ ഒരു പരുവത്തിലായി വരുന്നത്. അപ്പോൾ ഇനി കണ്ടോ, ബാക്കി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് അതിൽ ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കുറച്ച് മൈദ മാവ് ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് ബാക്കി മാവിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇത് കുഴയ്ക്കുമ്പോൾ നല്ല 2 കൈ കൊണ്ട് നന്നായിട്ട് നമ്മൾ നല്ല ബലം കൊടുത്തിട്ട് വേണം കുഴയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നന്നായിട്ട് ആയി വരത്തുള്ളൂ. അപ്പോഴേക്കും നമ്മൾ കയ്യിൽ ഒട്ടുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ മുട്ടിയിരിക്കുന്ന കൺസിസ്റ്റൻസി ഒക്കെ മാറിയിട്ട് നല്ല രീതിയിലായിട്ട് വരും. നല്ല സോഫ്റ്റ് ഒരു ഡോ മാറുന്നവരെ കുഴയ്ക്കാം. ഇത് ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സോളം ഞാൻ ഇതുപോലെ തന്നെ കുഴയ്ക്കുക ചെയ്യുന്നത്. അപ്പോഴേ നല്ല ഇതാവത്തുള്ളൂ. നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കയ്യിലെടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് റഫായിട്ടുള്ളതാണെങ്കിൽ കുറേ കൂടി ശരിയായിട്ടില്ല മാവ് എന്നാണ്. അപ്പോൾ കുറേ കൂടി വീണ്ടും കുഴയ്ക്കും. ഇതുപോലെ നമ്മൾ കുറച്ചൊന്ന് എടുത്ത് നോക്കിയിട്ട് പിന്നെ നോക്കുമ്പോൾ കണ്ടോ, ഇതിപ്പോൾ കുറേ കൂടി നല്ല സോഫ്റ്റായി അധികം റഫായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ശരിയായി. ഇനി കുറച്ചും കൂടി നേരം കൂടി കുഴച്ച് കഴിയുമ്പോഴത്തേക്കും ശരിയാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ആ ബൗളിൽ കുറച്ചൊന്ന് നെയ്യോ നെയ്യോ എണ്ണയോ ഏതെങ്കിലും ഒന്ന് തടവിയിട്ട്, ഒട്ടും മാവ് ഡ്രൈ ആവരുത്. പൊറോട്ടയ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും ഡ്രൈ ആവാൻ നോക്കണം. അപ്പോൾ കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഇരിക്കും. പിന്നെ അത് നനഞ്ഞ ടവലുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് അടച്ചു വയ്ക്കും. ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെച്ചിരിക്കുക. കുറേ കൂടി നന്നായിട്ട് അത് റെഡി സോഫ്റ്റായിട്ട് വരും മാവ്. അപ്പോൾ അതിന് ശേഷം നമുക്കെടുത്ത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് തടവിയിട്ട് നമുക്കിനി
അതിനെ ഈ എടുത്തു വെച്ച മാവിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് അല്ലെങ്കിൽ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ നല്ല പാടായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഉരുളകളാക്കാം. അപ്പം ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ബോൾസ് ആക്കി വയ്ക്കുന്നതാണിത്. അപ്പോൾ ഈ 4 കപ്പ് മാവിൽ ഇതുപോലെ വലിയ ബോൾസ് 8 ബോൾസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി ഓരോ ബോളിൽ നിന്നും നമ്മൾ 2 പൊറോട്ട വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ 4 കപ്പ് മാവ് കൊണ്ട് നമുക്ക് 16 പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. കപ്പ് പറയുന്നത് സ്റ്റാൻഡേർഡ് കപ്പ് തന്നെ യൂസ് ചെയ്യുന്നത് 240 ml. ലാസ്റ്റ് വരുന്നത് നമ്മൾ ചുമ്മാ ഇതുപോലെ അങ്ങ് ആക്കി വെച്ചാൽ മതി. ബോൾസ് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് ഇതിനെല്ലാത്തിലും നമുക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഒട്ടും ഡ്രൈ ആവില്ല. ഡ്രൈ ആവാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതെല്ലാം ഞാൻ ഇതുപോലെ ഒരു 30 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ കുറച്ചും കൂടെ അതൊന്ന് സോഫ്റ്റായി വരും. ഇപ്പോൾ എടുക്കുമ്പോൾ കണ്ടോ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുക ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിനെ പരത്തി തുടങ്ങാം. ആദ്യം നമ്മൾ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തിങ്ങനെ കുറച്ചൊന്ന് ചപ്പാത്തി പോലെ ഒന്നാക്കി എടുത്തിട്ട് നമുക്കത് വീശി തുടങ്ങാം. വീശാൻ വേണ്ടിയിട്ട് നമ്മൾ പിടിക്കുന്നത് നോക്കുക, എങ്ങനെയാണ് പിടിക്കുന്നതെന്ന്. ഒരു റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മളിങ്ങനെ മുകളിലും പിടിച്ച് ലെഫ്റ്റ് ഹാൻഡ് അടിയിലും പിടിച്ച് ഇതുപോലെ, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ നല്ല സ്പ്രെഡായി വരും. ഇനി ഇതിൻ്റെ അരികിലൊക്കെ ഇതുപോലെ കുറച്ചധികം കട്ടിയാണെങ്കിൽ നമുക്കത് കൈ കൊണ്ട് തന്നെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് മൈദമാവൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ പേസ്ട്രി ഷീറ്റൊക്കെ നമുക്ക് ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യില്ല, അതുപോലെ ഇതിപ്പം ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇത് 2 പൊറോട്ടയാക്കി എടുക്കാം നമുക്ക് ഓരോ ബോൾസും ഇങ്ങനെ. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. കണ്ടോ, അതിലെ ബബിൾസ് ഒക്കെ പൊങ്ങി വരുന്നുണ്ട്. അത്രത്തോളം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആകുമ്പോഴാണ് അങ്ങനെയൊക്കെ ആയി വരുന്നത്. ഇനി ഇത് നന്നായിട്ട് ചൂടായ പാനിലേക്ക് ഇട്ട് ചുട്ടെടുക്കാം.
ഇതിൻ്റെ ഒരു സൈഡ് ഫുൾ കളർ മാറി കഴിയുമ്പോഴാണ് തിരിച്ചിടേണ്ടത്. ഇതൊക്കെ ഒരുവിധം എല്ലാം മാറിക്കഴിഞ്ഞാൽ അപ്പോൾ തിരിച്ചിട്ട് വീണ്ടും ഇതുപോലെ ബാക്കിയെല്ലാം ചുട്ടെടുക്കും. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ഇത് നന്നായിട്ട് കുക്കായി കഴിഞ്ഞു. ഒന്നും കൂടി രണ്ട് പ്രാവശ്യം ഒന്നുകൂടി തിരിച്ചിട്ട് എടുക്കാം. ഒരു 3-4 ഒക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഇതിനൊന്ന് അടിച്ചെടുക്കാം. അപ്പോഴായിരിക്കും ലെയറൊക്കെ ഇങ്ങനെ ഫ്ലഫ് ചെയ്യുന്ന വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഫോഴ്സിൽ തന്നെ അടിക്കണം. നന്നായിട്ട് ചൂടോടുകൂടി അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ടായി വരും. അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കുക. നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.